ഹായ് ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു, നല്ല രീതിയിൽ പഠനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രതീക്ഷയോടുകൂടി മറ്റൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ സഹകാരി PSC ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്ന ക്ലാസ് റിമോട്ട് സെൻസിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന പാർട്ട് 2ൻ്റെ MCQസും അതുപോലെ തന്നെ നമ്മൾ ആ പാർട്ട് 2 കണ്ടപ്പോഴും പാർട്ട് 1 കണ്ടപ്പോഴൊക്കെ ചില PYQസിനെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയിട്ടാണ് കൊണ്ടുപോയത്. അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ അപ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ, കാരണം അതാണ് നമ്മുടെ ഒരു ശീലം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനമാണ് PYQs ഡിസ്കസ് ചെയ്യുക. സോ ഇന്ന് നമുക്ക് ഈ ചോദ്യങ്ങൾ PYQs എന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തന്ന, നിങ്ങളെ കാണിച്ചു ഭയപ്പെടുത്തിയ ചോദ്യങ്ങൾ, ചിലർക്കെങ്കിലും ഭയം ഉണ്ടായിട്ടുണ്ടാവും, ചിലർ വലിയ ഇതൊന്നും വലിയ പ്രശ്നമില്ല എന്ന് തോന്നിയിരിക്കുന്ന ചോദ്യങ്ങളുണ്ടാവും. വാട്ട് എവർ, ആ ഏരിയാസ് PYQസിനെയും അതുപോലെ തന്നെ നമ്മൾ ഈ പഠിച്ച 2 പാർട്ടും പഠിച്ചുവല്ലോ, പ്രത്യേകിച്ച് നമ്മൾ ഈ പാർട്ട് 2മായി ബന്ധപ്പെട്ട് പഠിച്ച വസ്തുതകൾ ഒരല്പം ഡീറ്റെയിലിങ്ങിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സാറ്റലൈറ്റിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ദോസ് ഡീറ്റെയിൽസ് അസോസിയേറ്റ് ചെയ്ത് വരുന്ന പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻസ്, അതിൽ നിന്ന് എന്തൊക്കെ രീതിയിൽ ചോദ്യം ചോദിക്കാം എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ചില MCQസും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും ക്ലാസ് മാത്രം കണ്ട് നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠനം അവസാനിപ്പിക്കരുത്. ചോദ്യങ്ങളെ കൂടി നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് പരമാവധി ശ്രമിക്കണം. അതിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും പരീക്ഷ എഴുതാൻ പോകുന്ന ദിവസം പരീക്ഷാ ഹാളിലിരിക്കുന്ന നിങ്ങൾക്കുണ്ടാകും. മാർക്ക് മൈ വേർഡ്സ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ആ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ നമുക്ക് ആ ചോദ്യങ്ങളെ കൂടി ഒന്ന് പരീക്ഷിക്കാം. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, വെറൈറ്റി പിടിക്കാം, PYQസിനെ ഒന്ന് നോക്കാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ ആദ്യം പുനരല്ലല്ലോ, പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മളൊന്ന് പോവാണ്. ഒന്ന്, വിദൂര സംവേദനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്ന്, ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ സ്പർശനബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണത്. ആണോ? അതെ. കൃത്രിമ ഉപഗ്രഹങ്ങൾ വിദൂര സംവേദനത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടോ? അതെ. ഭൂവിനിയോഗം, ധാതു സമ്പത്തുകളെ കണ്ടെത്തൽ തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രയോജനകരം ആണ് എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് മേഖലകളിൽ ഇത് പ്രയോജനമാണ്. ഇതും പ്രയോജനം തന്നെയാണ്. എല്ലാം ഈ വിദൂര സംവേദനം സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ്. നിസ്സംശയം 3ഉം ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേ? ഇതിന് വേറെ എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിത് പഠിച്ചതാണ്, പാർട്ട് 1 ഓഫ് റിമോട്ട് സെൻസിങ്. അടുത്ത ചോദ്യം എന്നാലും എഴുതിയിട്ടുണ്ടല്ലേ. ചോദ്യം, ദ ടൈപ്പ് ഓഫ് റിമോട്ട് സെൻസിങ് ഇൻ വിച്ച് ദ സെൻസേഴ്സ് ഡിപ്പെൻഡ് ഓൺ നാച്ചുറൽ സോഴ്സ് ഓഫ് ലൈറ്റ്. നാച്ചുറൽ സോഴ്സ് ഓഫ് ലൈറ്റിനെ ആശ്രയിച്ച് റിമോട്ട് സെൻസിങ് നടത്തുന്നത് ഏത് തരം റിമോട്ട് സെൻസിങ് ആണ്? ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ആണോ, പാസീവ് റിമോട്ട് സെൻസിങ് ആണോ, റഡാർ ആണോ, ലിഡാർ ആണോ എന്നാണ്. റഡാറും ലിഡാറും ഒക്കെ അതിൽ ഉപയോഗിക്കുന്ന സെൻസറുകളുടെ പേരുകളാണ്. പ്രോസസ്സ് ഒന്നുകിൽ ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവേ ആകുള്ളൂ. ഇവിടെ സെൻസേഴ്സ് നാച്ചുറൽ ലൈറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറിൽ നിന്ന് റേഡിയേഷൻസ് ഒന്നും എമിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സാറ്റലൈറ്റിൽ നിന്ന് റേഡിയേഷൻസ് ഒന്നും എമിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിനർത്ഥം പാസീവ് ആണ്. ഓക്കെ, ദിറ്റ് ഈസ് പാസീവ് റിമോട്ട് സെൻസിങ്. ഉത്തരം ഓപ്ഷൻ ബി. അവിടെ തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി. സെറ്റ് അല്ലേ? പാസീവ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്? സൺ സിങ്ക്രണസ് സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതാണ് ശരി? ഒന്ന്, ഓൾട്ടിറ്റ്യൂഡ് ഒരു 700-നും 900-നും ഇടയ്ക്കാണ്. നമ്മൾ പഠിച്ചു ഇത് പോളാറാണ് എസെൻഷ്യലി. അതുകൊണ്ട് തന്നെ ഓൾട്ടിറ്റ്യൂഡ് 700-നും 900 കിലോമീറ്ററിനും ഇടയിൽ തന്നെ ഉണ്ടാവുള്ളൂ. ആദ്യ സ്റ്റേറ്റ്മെന്റ് ശരി. ഓർബിറ്റൽ പീരീഡ് 24 മണിക്കൂറാണ്. തീർച്ചയായിട്ടും സൂര്യൻ കറങ്ങി വരുന്ന സമയം ഈ 24 മണിക്കൂറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ക്ഷമിക്കുക, ഓർബിറ്റൽ പീരീഡ് സൺ സിങ്ക്രണസിന്റെ കാര്യത്തിൽ 24 അല്ല നമ്മൾ പറഞ്ഞത്, ജിയോ സിങ്ക്രണസിന്റെ കാര്യത്തിലാണ് 24. ക്ഷമിക്കണം, ശരിയല്ലേ? ജിയോ സിങ്ക്രണസിന്റെ ഓർബിറ്റൽ പീരീഡ് 24 ആണ്. സൺ സിങ്ക്രണസിന്റെ കാര്യം നമ്മൾ എന്താ ഓർബിറ്റൽ പീരീഡ് പറഞ്ഞിരിക്കുന്നത്? 14 തവണ നമ്പർ ഓഫ് ടൈംസ് ഓർബിറ്റ്, 14 ടൈംസ് ആണ് ഓർബിറ്റിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 24 അവർ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ തെറ്റ്. അപ്പം 2 തെറ്റിയാൽ ഓൾ ഓഫ് ദി അബവ് പോയി, ഇയാൾ പോയി. ഓപ്ഷൻ സി കിട്ടി. എനിക്ക് നോക്കേണ്ട പോലും കാര്യമില്ല ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ശരിയല്ലേ? മാത്രമല്ല, അടുത്ത റിസോഴ്സ് ആപ്ലിക്കേഷനുകൾക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്തായാലും ശരിയാവും. ക്ലിയർ അല്ലേ? വെരി ഗുഡ്. പഠിച്ച കാര്യമാണ്. അടുത്ത ചോദ്യം, ഇത് പാർട്ട് 2ലാണ് നമ്മൾ പഠിച്ചത്. ദിസ് വാസ് ഡിസ്കസ്ഡ് ഇൻ റിമോട്ട് സെൻസിങ് പാർട്ട് 2 ക്ലാസ്. റിമോട്ട് സെൻസിങ്ങിന്റെ പാർട്ട് 2 ക്ലാസ് കണ്ടാൽ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, റൈറ്റ്. ഡീറ്റെയിൽ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നില്ല. പാർട്ട് 2 നമ്മൾ ഡീറ്റെയിൽ പഠിച്ചതാണ്. എക്സ്പ്ലനേഷൻ ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. India's first Earth observation satellite, which is to be placed in a geosynchronous transfer orbit by a GSLV F10. പഠിച്ചു. ഏതാണ്? GSAT-1. ഏതാണ്? GSAT-1. ആദ്യമായിട്ടൊരു GSLV F10 എന്ന പേര് ഉപയോഗിച്ചിട്ട് ജിയോസിങ്ക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ പ്ലേസ് ചെയ്ത് GSAT-1 ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, UAS-04 is a radar.
ഓക്കെ, ഓരോരുത്തരുടെ ഡേറ്റ് പറഞ്ഞു. അതാ സോറി അതാ ഞാൻ നോക്കിയത്. റിസാറ്റ് 1A റിസാറ്റ് 1Bയുടേത് റഡാർ ഇമേജിംഗ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. നമ്മുടെ EOS-04 റഡാർ ഇമേജ് സാറ്റലൈറ്റ് പ്രൊവൈഡിങ് ഹൈ ക്വാളിറ്റി ഇമേജസ് അണ്ടർ വെതർ കണ്ടീഷൻസ് ആപ്ലിക്കേഷൻസ് ഫോറസ്റ്റ് ഉള്ളതാണ്. ഓക്കെ, പിന്നെ കാർട്ടോസാറ്റ് 2A 13th സാറ്റലൈറ്റ് ആണ്. ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റിൻ്റെ IRS ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് സീരീസിൻ്റെ 13th 13th സാറ്റലൈറ്റ് ആണ് കാർട്ടോസാറ്റ് 2A എന്ന് പറയുന്നത്. കാർട്ടോസാറ്റ് 2A എന്ന് പറയുന്നത് പറയും. ബാക്കി നമ്മൾ അയാളുടെ പ്രോപ്പർട്ടി പറയുകയും ചെയ്യും, ജിസാറ്റിൻ്റെ പ്രോപ്പർട്ടി പറയുകയും ചെയ്തു. ബാക്കിയുള്ളവരുടെ കൂടി തന്നിരിക്കുന്നതാണ് കേട്ടോ. ശരി, അടുത്ത ചോദ്യം. അഡ്വാൻസ്ഡ് സ്പേസ് ബോൺ തെർമൽ എമിഷൻ ആൻഡ് റിഫ്ലക്ഷൻ റേഡിയോമീറ്റർ ASTER is a high resolution remote sensing instrument associated with which of the following satellite ആണ്? ഇതിൻ്റെ ഉത്തരം നമ്മൾ പഠിച്ചിരുന്നില്ല. ടെറ, ലാൻഡ്സാറ്റ്, സ്പോട്ട്, സെന്റിനൽ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ടെറയാണ് കേട്ടോ. നാസയുടെ ടെറ. ASTER is the only high spatial resolution instrument on the Terra platform. അപ്പോൾ ആരുടെയാണ്? ടെറയുടേതാണെന്ന് പഠിച്ചിരിക്കുക. ലാൻഡ്സാറ്റ് ഈസ് ദ ലോങ്സ്റ്റ് റണ്ണിംഗ് പ്രോഗ്രാം ഓഫ് നാസ. നാസയുടെ ഏറ്റവും ദൈർഘ്യതയേറിയ പ്രോഗ്രാമാണ് ലാൻഡ്സാറ്റ്. നമ്മൾ പറയും ലാൻഡ്സാറ്റ് 1, 2, 3, 4, 5 9 വരെയുള്ള ലാൻഡ്സാറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അത് ലോഞ്ച് ചെയ്യുന്നത് 1972 2021 പോലും ലാൻഡ്സാറ്റിൻ്റെ ലോഞ്ച് നടന്നിട്ടുണ്ട്. 1972 ലാൻഡ്സാറ്റ് പ്രോഗ്രാം ആരംഭിച്ച 2021 പോലും ലാൻഡ്സാറ്റ് പ്രോഗ്രാമിൻ്റെ പേരിൽ തന്നെ വീണ്ടും സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ലാൻഡ്സാറ്റ് 9. അപ്പോൾ നാസയുടെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ പ്രോഗ്രാമുകളിലൊന്നാണ് ലാൻഡ്സാറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. യെസ്. സ്പോട്ട് എന്ന് പറയുന്നത് എന്താ നമ്മൾ പഠിച്ചു അല്ലേ? ഒരു ഫ്രഞ്ച് സാറ്റലൈറ്റ് ഫോർ ഒബ്സർവേഷൻ ഡെ ലാ ടെറേ series has been supplying high resolution wide area opacity imagery since 1986. Spot French ആണ്. Okay, right, yes. Sentinel 6B satellite latest news. എന്താണ്? Sentinel 6B was launched from the Vandenberg Space Force based in California. ആരുടെ തന്നെയാണ്? അപ്പോൾ US-ൻ്റെ തന്നെയാണ്. Sentinel 6B എന്ന് പറയുന്നതും അത് തന്നെയാണ്, US-ൻ്റെ തന്നെയാണ്. നാഷണൽ ഓഷ്യനോഗ്രാഫിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ, നോവ ഉണ്ട് കണ്ടോ. നോവയുടെ ഫുൾ ഫോം നാഷണൽ ഓഷ്യോണോഗ്രാഫിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. നോവ, നാഷണൽ ഓഷ്യോണോഗ്രാഫിക് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ നമുക്ക് ISROയും ഈ വെതർ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ എന്താണ് ദേശീയ വെതർ ഫോർകാസ്റ്റിങ്ങിൻ്റെ മറ്റേ സാധനം ഇന്ത്യൻ മീറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, IMD, ഇന്ത്യൻ മീറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളതുപോലെ അമേരിക്കയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് നോവ, നാഷണൽ ഓഷ്യോണോഗ്രാഫിക് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. നാസയും നോവയൊക്കെ ഹാൻഡ് ഇൻ ഹാൻഡ് പ്രവർത്തിക്കുന്ന ഏജൻസികളാണ്. ഓക്കെ, റൈറ്റ്. 6Bയിൽ പിന്നെ ഒരു യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ കൂടെ ഒരു ചെറിയ പാർട്ടിസിപ്പേഷനും കൂടി പറയുന്നുണ്ട് കേട്ടോ, സെന്റിനൽ 6Bക്കകത്ത്. അത്രയും ഇൻഫർമേഷൻസ് മതി, ഒരുപാട് അതിൻ്റെ ഡീറ്റെയിലേക്ക് ഇറങ്ങി പോകണ്ട. അടുത്ത ചോദ്യം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് B. ഇത് നമ്മൾ പഠിച്ചതിനകത്ത് ഒരെണ്ണം നമുക്ക് എന്തായാലും അറിയാമെന്ന് പറയും. ഇൻസാറ്റ് ഇന്ത്യ നമുക്കറിയാം എന്ന് പറയും. ഇൻസാറ്റ് ഇന്ത്യ എന്നറിയാം. അത് B4 വരണം. B4 വരുന്ന 3 എണ്ണം ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതിനെ മാത്രമേ കളയാൻ പറ്റൂ, ബാക്കിയെല്ലാം ഉണ്ട്. ഇനി ഇതിനകത്ത് ഗോസ് സ്പോട്ടൊക്കെ നമ്മൾ പഠിച്ച് ഓർക്കുന്നില്ലേ? സ്പോട്ട് ആരുടെ ആയിരുന്നു? സ്പോട്ട് ആരുടെ ആയിരുന്നു? C1. സ്പോട്ട് ഫ്രാൻസിൻ്റെ ആയിരുന്നില്ലേ? C1 വരും. C1 വരുമ്പോൾ എനിക്ക് ഓപ്ഷൻ എനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി മിറ്റിയോർ ആരുടെയാണ്? മിറ്റിയോർ US. സോറി മിറ്റിയോർ US അല്ല, ഗോസ് ആണ് US വരേണ്ടത്. ഗോസ് അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്? US. A2 വരണം. യെസ്. മിറ്റിയോർ റഷ്യയുടെയാണ്. മിറ്റിയോർ റഷ്യ എന്ന് പറയുമ്പോൾ D3 വരണം. D3 എന്ന് വരുമ്പോൾ ഏതാ വരിക? യെസ്, ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരം വരാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി, ഇപ്പോൾ ഗോസ് USA ആണ്, ഇൻസാറ്റ് ഇന്ത്യയുടേതാണ്, സ്പോട്ട് ഫ്രാൻസ് ആണ്, മിറ്റിയോർ റഷ്യയും ആണ്. പഠിച്ചു നോക്കുക. അതിൻ്റെയും നമ്മളെല്ലാവരെയും ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യനകത്ത് അത് പറഞ്ഞു പോയത്. ഓക്കെ, യെസ്. ഉത്തരം ഓപ്ഷൻ ഡി. യെസ്, ഓപ്ഷൻ ഡി തന്നെയാണ് ശരി ഉത്തരവായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. റൈറ്റ്. ഗോസ് US-ൻ്റെ കണ്ടോ. ഗോസ് ഇസ് എ കൊളാബറേറ്റീവ് നോ ആൻഡ് നാസ പ്രോഗ്രാം. നാഷണൽ ഓഷ്യനോഗ്രഫി അറ്റ്മോസ്ഫിയർ അഡ്മിനിസ്ട്രേഷൻ്റെയും നാസയുടെയും പ്രോഗ്രാമിൽ ഇതിൽ ചിലത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്പോട്ട് ഫ്രഞ്ച് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡീറ്റെയിൽസ്. മിറ്റിയോർ വാസ് ലോഞ്ച് ഇൻ ഓഗസ്റ്റ് 1991 ഫ്രം പ്ലേസ്റ്റിക്, റഷ്യയില്ല, പ്ലേസ്റ്റിക്കിൽ നിന്നാണ്. ആൻഡ് ഫെയിൽഡ് ഓൺ 27 December 1994. 1994 ഫെയിലായ മിഷനാണ് മിറ്റിയോർ 3 എന്ന് പറയുന്നത്. ഓക്കെ, ഓസോൺ മാപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത റഷ്യൻ അനാലിസിസ് ആണ് പിന്നെ മിറ്റിയോർ 3 എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിക്രണസ് ഉപഗ്രഹം ഏതാണെന്നാണ് ചോദ്യം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തത് IRS-1 സൺസിക്രണസ് ആണ്. GSAT, NVS ഇവയെല്ലാം എന്ന് പറഞ്ഞാൽ അല്ല. ഓക്കെ,
അടുത്ത ചോദ്യം. IRS-1 is the first series of indigenous state-of-the-art remote sensing satellite. ഓക്കെ, നമ്മൾ പഠിച്ചതാണ് ഇത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ടിൽ പാർട്ട് 2ൻ്റെ നോട്ടിൽ നമ്മൾ IRS-1യുടെ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത്രയുമാണ് ഈ മേഖലയ്ക്കകത്തുനിന്ന് വന്നിരിക്കുന്ന PYQ എന്ന് മനസ്സിലാക്കാം. ഇനി നോക്കേണ്ടത് ചില MCQs ആണ്, പൊട്ടൻഷ്യൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ. നോക്കാം. ആദ്യ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് elements are necessary for a fundamental remote sensing data acquisition process? ഒരു റിമോട്ട് സെൻസിങ് മുഖാന്തരം ഡേറ്റ അക്വയർ ചെയ്യുന്ന പ്രോസസ്സിൽ ചുവടെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ആവശ്യമായി വരുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഒന്ന്, ദ ഫിസിക്കൽ ഡിവൈസ് ടു കൺവേർട്ട് റേഡിയേഷൻ ഇൻ ടു എ മെഷറബിൾ സിഗ്നൽ. തീർച്ചയായിട്ടും വേണം, അതായത് സെൻസർ വേണം. വേണ്ടേ? ഉറപ്പായിട്ടും വേണം. ലൈറ്റോ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലോ വാട്ട് എവർ ഇറ്റ് ഈസ്, സെൻസ് ചെയ്യാനുള്ള സിഗ്നൽ നമുക്ക് വേണം. രണ്ട്, എ വെഹിക്കിൾ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ടു മെയിൻറ്റെയിൻ ദ സെൻസർ അറ്റ് എ സ്യൂട്ടബിൾ ഓൾട്ടിറ്റ്യൂഡ്. വേണ്ടേ? അതായത് സാറ്റലൈറ്റിൻ്റെ ഒരു സാധനം വേണം. തീർച്ചയായിട്ടും വേണം. ആൻ എനർജി സോഴ്സ് അബ്സല്യൂട്ട്ലി വേണം. അപ്പോൾ നാച്ചുറലി ആവും, ആർട്ടിഫിഷ്യൽ ആവും, പക്ഷേ എനർജി സോഴ്സ് വേണം. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് മൂന്നും വേണ്ടേ? ഓപ്ഷൻ ഡി. സിമ്പിൾ ചോദ്യം അല്ലേ? അടുത്ത ചോദ്യം, the most accurate conceptual description of remote sensing is a technique focused on. റിമോട്ട് സെൻസിങ്ങിൻ്റെ ഡെഫിനേഷനെ പറ്റിയിട്ടാണ് ചോദ്യം, ഡിസ്ക്രിപ്ഷനെ പറ്റിയിട്ടാണ് ചോദ്യം. ഒന്ന്, എ ഫിസിക്കൽ കോൺടാക്ട് ഡേറ്റ. അവിടെ പോയി. ഫിസിക്കൽ കോൺടാക്ട് ഇല്ലാത്തതാണ് റിമോട്ട് സെൻസിങ്, അവിടെ അത് പോയി. ഡീറ്റെയിൽഡ് മാപ്പിംഗ് ഓഫ് ദി എർത്ത് സർഫസ് എക്സ്ക്ലൂസീവ്ലി യൂസിങ് സാറ്റലൈറ്റ് ബേസ്ഡ് ഇമേജറി. അതായത് സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇമേജറി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എർത്ത് മാപ്പ് ചെയ്യുന്ന പരിപാടി. സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മാത്രം പ്രോസസ്സ് അല്ല ഇത്. നമ്മൾ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫിയുടെയും ഏരിയൽ ഫോട്ടോഗ്രാഫിയുടെയും പേരൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ സാറ്റലൈറ്റ് മാത്രം വെച്ച് എക്സ്ക്ലൂസീവ്ലി ബൈ സാറ്റലൈറ്റ് ബേസ്ഡ് ഇമേജറി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് മാത്രം വെച്ചൊന്നുമല്ല, അതും ഉപയോഗിക്കുന്നു. ഓൾസോ ബൈ സാറ്റലൈറ്റ് ബേസ്ഡ് ഇമേജറി എന്ന് പറയാനേ പറ്റുള്ളൂ. acquiring objective information about an entity or phenomenon without necessitating a physical contact with it. Absolutely correct. ഒരു പ്രദേശത്തെ പറ്റി, ഒരു വസ്തുവിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ അതുമായി ബന്ധപ്പെട്ട് ഫിസിക്കൽ കോൺടാക്റ്റുകൾ ഇല്ലാണ്ട് നേടിയെടുക്കുന്ന പരിപാടിയാണ് റിമോട്ട് സെൻസിങ്. തീർച്ചയായിട്ടും ശരിയാണ്. ഡി, ജനറേറ്റിംഗ് 3D ടോപ്പോഗ്രാഫിക് മോഡൽസ് ത്രൂ ദ റിഫ്ലക്ഷൻ ഓഫ് സോളാർ എനർജി. സോളാർ എനർജിയുടെ റിഫ്ലക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് 3D ടോപ്പോഗ്രഫി ഉപരിതലങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന പരിപാടിയാണെന്ന് അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല. അതും അതിൻ്റെ ഭാഗമാകാൻ പറ്റും. ഇറ്റ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് റിമോട്ട് സെൻസിങ് എന്ന് പറയാം എന്നുള്ളതല്ലാണ്ട് ഇറ്റ് ഈസ് നോട്ട് എൻറ്റയർലി ദ റിമോട്ട് സെൻസിങ്. സോ ഇവിടെ ആൻസർ കിട്ടാൻ വലിയ സംശയമൊന്നുമില്ല, ഓപ്ഷൻ സി ആണ്. ക്ലിയർ? അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ് ടേംസ് റിലേറ്റഡ് ടു റിമോട്ട് സെൻസിങ് ടെക്നോളജി. പ്ലാറ്റ്ഫോം, സെൻസർ, എനർജി. സിമ്പിളാണ്. സോഴ്സ് ഓഫ് ഇലൂമിനേഷൻ ഫോർ ദ ടാർഗറ്റ്. അതാണ് എന്ത് എനർജി എന്ന് പറയുന്നത്. Platform, the mobile carrier for data collection of the device. Sensor, the device that captures the measurement of radiation. That's it. അപ്പോൾ ഏത് വരും? A2 കണക്ട്. A2 എന്ന് പറയുമ്പോൾ ഇതിൽ A2 വരുന്ന രണ്ടെണ്ണം ഉണ്ട്, എയും ഡിയും. സെൻസർ എന്ന് പറയുന്ന ഡിവൈസ് ദാറ്റ് ക്യാപ്ചേഴ്സ് ആൻഡ് മെഷേഴ്സ് റേഡിയേഷൻ. അതായത് B3 വരണം. B3 വരുമ്പോൾ ഉത്തരം കിട്ടി, ഓപ്ഷൻ ബി. സിമ്പിൾ അല്ലേ? സിമ്പിൾ ചോദ്യമാണ്, പക്ഷേ ഇത് ചോദിക്കാം. പഠിച്ചതുകൊണ്ട് നമുക്കിപ്പോൾ സിമ്പിളായിട്ട് അറിയാം. പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് അറിയാം. അടുത്ത ചോദ്യം, ബിഫോർ ദ ബിഗിനിങ് ഓഫ് ഡേറ്റ അക്വിസിഷൻ ബൈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്, വാട്ട് മെത്തേഡ് വാസ് യൂട്ടിലൈസ്ഡ് ഫോർ കളക്ടിങ് റിമോട്ട്ലി സെൻസ്ഡ് ഡേറ്റ ഫ്രം ഹയർ ഓൾട്ടിറ്റ്യൂഡ്? അപ്പം സാറ്റലൈറ്റ് പരിപാടി ഇല്ലാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് എങ്ങനെയാണ് ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ലിഡാർ, ലൈറ്റ് ഡിറ്റക്ഷൻ റേഞ്ചിങ് സിസ്റ്റംസ്. ലിഡാർ എന്നത് സെൻസറാണ്, അത് ഹൈറ്റിലേക്ക് പോയി ഉപയോഗിക്കുന്നതിന് എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ലിഡാർ എനിക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ലിഡാർ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് പറഞ്ഞിട്ടില്ല. അതാണ് ചോദ്യം, എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതാണ് ചോദ്യം, അത് പറഞ്ഞിട്ടില്ല. എസ്റ്റാബ്ലിഷിംഗ് ഗ്രൗണ്ട് ബേസ്ഡ് അല്ല, ഉയർന്ന സ്റ്റേഷൻസ് ഫോർ ഡേറ്റ ട്രാൻസ്മിഷൻ. അതിന് ഉയരത്തെ പറ്റിയൊന്നും പറയാനില്ല. നമ്മൾ ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടായിരുന്നു ചോദ്യം. ഇപ്പോൾ എന്തായാലും ഗ്രൗണ്ട് ബേസ്ഡ് പറ്റത്തില്ല. എംപ്ലോയിങ് ക്യാമറാസ് ഫിക്സഡ് ഓൺ ടു എലിവേറ്റഡ് ബലൂൺസ് ആൻഡ് ഹൈ ഫ്ലൈയിങ് എയർക്രാഫ്റ്റ്. വെരി കറക്റ്റ്. ഈ സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ എയർക്രാഫ്റ്റുകളിലും ബലൂണുകളിലും ഒക്കെയാണ് ചെറിയ മറ്റേ ബലൂണുകൾ എന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മറ്റേ ചെറിയൊരു ബക്കറ്റിൽ ആളും മറ്റും കയറി നിന്നിട്ട് അല്ലേ, ഇങ്ങനെ നിൽക്കുന്ന സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഇതിൽ ഹോട്ട് ബലൂൺ, ഇതിനകത്ത് നമ്മൾ ചെറിയൊരു ഗ്യാസ് സ്റ്റവ് ഒക്കെ വെച്ചിട്ടുണ്ടാകും. അതിൽ നിന്ന് തീയൊക്കെ വിട്ട് എയറിനെ ചൂടാക്കുമ്പോൾ എയറിൻ്റെ ഡെൻസിറ്റി കുറയും. ഈ ഡെൻസിറ്റി കുറഞ്ഞ എയർ മുകളിലോട്ട് പോകും മറ്റുള്ള എയറിനെ അപേക്ഷിച്ച്. അങ്ങനെ ഇത് മുകളിലോട്ട് പോകും. താഴോട്ട് വരാനായിട്ട് ഈ ഗ്യാസിനെ തണുപ്പിക്കും എന്നല്ല, ചൂട് കുറയ്ക്കുമ്പോൾ ഡെൻസിറ്റി വീണ്ടും പഴയതുപോലെയാവും. അപ്പോൾ പതുക്കെ ഇത് താഴ്ന്നു വരും. അങ്ങനെ എയറിന് ചൂട് കൊടുത്തുകൊണ്ട് മുകളിലോട്ടും താഴോട്ടും പിന്നെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാൻ പറ്റുന്ന വലിയ ബലൂൺ സംവിധാനമാണ്
ചെറിയ ബലൂൺ പറ്റൂല, ഒരുപാട് എയർ വേണം. അത്ര എയർ ചൂടായാലേ ആൾക്കാരെയും വെച്ചുകൊണ്ട് മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിനാണ് ബലൂൺസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാമറകൾ വെച്ചിട്ട് ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. പിന്നെ ഉള്ളത് ഫ്ലൈയിങ് എയർക്രാഫ്റ്റുകളാണ്. എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചിട്ട് പണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എയർക്രാഫ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടും അതിൻ്റെ താഴെയും ഇതുപോലെ ക്യാമറ വെച്ചിട്ട് ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം. The concept of remote sensing can be performed using both imaging and non-imaging systems, primarily related to which aspect of the overall process? റിമോട്ട് സെൻസിങ് ഇമേജിങ്ങും നോൺ ഇമേജിങ്ങും സിസ്റ്റംസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ട് അതിൻ്റെ എന്ത് ആസ്പെക്റ്റാണ് ആ ഓവറോൾ പ്രോസസ്സിൽ അതിനെ സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ഇമേജിങ് നോൺ ഇമേജിങ്ങുമായിട്ടുള്ള സിസ്റ്റംസിനെ പ്രധാനമായിട്ടും. ദ നേച്ചർ ഓഫ് എനർജി സോഴ്സ് ആണോ, മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് ഓഫ് എനർജി ബൈ സെൻസർ ആണോ, ഇത് വരും. ദ സ്റ്റേജ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ അനാലിസിസ്, ഇതൊക്കെ പിന്നീട് വരുന്നതാണ്. ഫൈനൽ സ്റ്റേജ് ഓഫ് ആപ്ലിക്കേഷൻ, അതൊക്കെ പിന്നീട് വരുന്നത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. Okay, the concept of remote sensing that can be performed using both imaging and non-imaging systems. Imaging and non-imaging systems ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താണ്? ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ് അല്ലേ? ഡേറ്റ കളക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ്. അത് റെക്കോർഡിംഗ് ഓഫ് എനർജി ഫ്രം ദ സെൻസേഴ്സ് ഉപയോഗിച്ച് എനർജി റെക്കോർഡ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ ഉപയോഗിച്ചും ചെയ്യാം, അതുപോലെ ലൈറ്റ് സിഗ്നൽ ഉപയോഗിച്ചും ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോട്ടോ ആണ് എടുക്കുന്നതെങ്കിൽ സെൻസർ ഫോട്ടോഗ്രാഫിക് സെൻസർ ആയിരിക്കും, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡേറ്റ എടുക്കുന്നു. ഇനി അതല്ല ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലുകൾ അയച്ചിട്ട് റേഡിയോ വേവ്സ് അയച്ചിട്ടോ മൈക്രോവേവ്സ് അയച്ചിട്ടോ ഒക്കെ, അല്ലെങ്കിൽ ഗാമ റേഡിയേഷൻസ് അയച്ചിട്ടോ ഒക്കെ നമുക്ക് ഇതുപോലെ പഠിക്കാനായിട്ട് പറ്റും. അതിനെല്ലാം റെക്കോർഡ് ചെയ്യുന്ന സെൻസറുകൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ശരിയല്ലേ? അടുത്ത ചോദ്യം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ എനർജി റെക്കോർഡ് ചെയ്യുന്ന പരിപാടി മാത്രമാണ്, അല്ലാതെ എനർജി സോഴ്സിൻ്റെ നേച്ചറിന് നമുക്ക് ഇമേജിങ് നോൺ ഇമേജിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഇൻ്റർപ്രിട്ടേഷൻ അനാലിസിസിന് ഇമേജിംഗ് നോൺ ഇമേജിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഫൈനൽ സ്റ്റേജിനെയും പറയാൻ പറ്റത്തില്ല. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്രൈബിംഗ് ദ റോൾ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഇൻ റിമോട്ട് സെൻസിങ് പ്രോസസ്? റിമോട്ട് സെൻസിങ് പ്രോസസ്സിൽ അന്തരീക്ഷത്തിൻ്റെ ഘടകത്തെ കൃത്യമായി ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ദ അറ്റ്മോസ്ഫിയർ ആക്ട്സ് ആസ് എ ഫിൽറ്റർ allowing only certain wavelength of electromagnetic radiation to reach the target and sensor. ശരിയാണോ? ശരിക്കും പറഞ്ഞാൽ അന്തരീക്ഷം ഒരു പർട്ടിക്കുലർ ഫിൽട്ടർ പോലെ ആക്ട് ചെയ്യും. ഒരു നിശ്ചിത വേവ് ലെങ്തിലും ഫ്രീക്വൻസിയിലൊക്കെ ഉള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെയാണ് ടാർഗറ്റിനും അതുപോലെ സെൻസറിനും ഇടയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അറ്റ്മോസ്ഫിയർ അനുവദിക്കുക. കാരണം അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ ശരിയാണ്. രണ്ടാമത്തത്, the atmosphere is an essential, അതിനേക്കാൾ നല്ലതുണ്ടോ നോക്കണമല്ലോ. The atmosphere is an essential source of energy contributing to the illumination of target. ഒരിക്കലുമല്ല. അറ്റ്മോസ്ഫിയർ ഒരിക്കലും ഒരു സോഴ്സ് ഓഫ് എനർജി ആയിട്ട് പരിഗണിക്കാറില്ല നമ്മൾ. സൂര്യനെയൊക്കെ നമുക്ക് സോഴ്സ് ഓഫ് എനർജി ആയിട്ട് പറയാം, ആർട്ടിഫിഷ്യൽ ലൈറ്റിനും പറയാം. പക്ഷേ അറ്റ്മോസ്ഫിയർ ഇസ് നോട്ട് എ സോഴ്സ് ഓഫ് എനർജി, ഒരിക്കലും പറയാൻ പറ്റില്ല. 3, the atmosphere is the medium through which the sensor transmit the recorded data back to the receiving station. ദാറ്റ് ഈസ് ട്രൂ, പക്ഷേ പാർഷ്യലി ട്രൂ. അറ്റ്മോസ്ഫിയറിന് പുറത്തുള്ള സാറ്റലൈറ്റ് ആണെങ്കിൽ അത് അറ്റ്മോസ്ഫിയറിലൂടെ മാത്രമല്ല, അറ്റ്മോസ്ഫിയറിന് പുറത്തുള്ള വാക്വത്തിലൂടെയും അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും ഇത് പാർഷ്യലി കറക്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, പാർഷ്യലി കറക്റ്റ് ആണ്. ഡി, ദ അറ്റ്മോസ്ഫിയർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫൈനൽ കൺവേർഷൻ ഓഫ് ദ റിസീവ്ഡ് ഡേറ്റ ഇൻറ്റു എൻ അല്ലല്ല, അതൊരിക്കലും അല്ല. അറ്റ്മോസ്ഫിയർ അല്ലല്ലോ അതിന് റെസ്പോൺസിബിൾ, അതെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറുകളാണ്. ഇതിൽ ഏറ്റവും കറക്റ്റായിട്ട് പറയാൻ പറ്റും, ഇതിപ്പോൾ രണ്ട് ഉത്തരം എനിക്ക് ക്ലിയർ ആക്കാം വേണമെങ്കിൽ പോസിബിൾ ആണ്. ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും പോസിബിൾ ആണ്. അതിൽ താരതമ്യേന എനിക്ക് ക്ലിയർ എന്ന് തോന്നിയത് ആദ്യത്തെ ഓപ്ഷനാണ്, കുറച്ചുകൂടി ക്ലിയർ എന്ന് തോന്നിയത്. സിയും പോസിബിൾ ആണ്. സി ഈസ് ഓൾസോ എ കറക്റ്റ് വൺ. ഇപ്പോൾ എ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി ഇല്ലാതിരുന്നൊരു ചോദ്യമാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്കിവിടെ സി ഉത്തരമായിട്ട് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ നിലവിൽ അത് തന്നിട്ടുള്ളതുകൊണ്ട് ഓപ്ഷൻ എ ഉത്തരമായിട്ട് കൊടുക്കുക. അടുത്ത ചോദ്യം. ആഫ്റ്റർ ദി ടാർഗറ്റ് ഇൻറ്ററാക്ട് വിത്ത് ദ റേഡിയേഷൻ ദ എനർജി ഈസ് പ്രൈമർലി സ്കാറ്റേർഡ് ഓർ എമിറ്റഡ്? The ratio of scattered to absorbed energy is critical for which stage of information extraction? അതായത് എത്രത്തോളം സ്കാറ്റേർഡ് റേഡിയേഷനെ നമ്മുടെ സെൻസർ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം സെൻസർ അല്ല, ദ റേഷ്യോ ഓഫ് സ്കാറ്റേർഡ് ടു അബ്സോർബ് എനർജി. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ പറ്റി പഠിക്കാനായിട്ട് സിഗ്നൽ അയച്ചല്ലോ. അപ്പോൾ ഈ റേഡിയേഷൻസിനെ കുറേ അത് അബ്സോർബ് ചെയ്യും, കുറേ എമിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു റേഷ്യോ ഉണ്ട്, എത്ര എണ്ണം എമിറ്റ് ചെയ്ത് പോയി, എത്ര എണ്ണം അബ്സോർബ് ചെയ്ത് പോയി, എത്ര എണ്ണം അതിന് തട്ടിത്തെറിച്ച് സ്കാറ്റർ ചെയ്ത് പോയി, എത്ര അത് അബ്സോർബ് ചെയ്തു എന്നുള്ളൊരു റേഷ്യോ ഉണ്ട്. ഇറ്റ് ഈസ് ദ എനർജി. അത് ഏത് ഇൻഫർമേഷൻ എക്സ്ട്രാക്ഷൻ്റെ സ്റ്റേജിനാണ് പ്രാധാന്യം അർഹിക്കുന്നത്, അല്ലെങ്കിൽ പ്രാധാന്യം ഉണ്ടാക്കുന്നത് എന്നാണ് ചോദ്യം. ഡിറ്റർമിനിങ് ദ സ്പേഷ്യൽ റെസൊല്യൂഷൻ ഓഫ് ദി ഫൈനൽ പ്രോസസ് ആണോ? ഐഡൻറ്റിഫൈങ് ദ സ്പെക്ട്രൽ സിഗ്നേച്ചർ ഓഫ് ദി ടാർഗറ്റ് ഒബ്ജക്റ്റ് ആണോ? കാലിബ്രേറ്റിംഗ് ദ ട്രാൻസ്മിഷൻ ഫ്രീക്വൻസി ഓഫ് ദ സെൻസർ ആണോ? അതോ ഡിറ്റർമിൻ ദ ഓർബിറ്റൽ പീരീഡ് ഓഫ് ദ സാറ്റലൈറ്റ് ആണോ? എന്തായാലും ഓർബിറ്റൽ ഒന്നും കൂടെ ചോദ്യം പറയണത് കൃത്യമായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് മക്കളെ, നമ്മൾ ഈ എനർജി കൊടുക്കുമല്ലോ വസ്തു. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ലേക്കിനെ പറ്റി പഠിക്കാൻ പോവാണ്. ഓക്കെ, വാട്ടർ ബോഡിയാണ്.
ഒരു ലേക്കിനെ പറ്റി പഠിക്കാൻ വേണ്ടി സിഗ്നൽ വരികയാണ്. ലെറ്റ്സ് സേ ഇതൊരു പാസീവ് റിമോട്ട് സെൻസിങ്. അപ്പോൾ സൂര്യപ്രകാശമാണ് ഇവിടെ വരുന്ന റേഡിയേഷൻ. ഇതിൽ ലേക്ക് ഈ വരുന്ന സൂര്യപ്രകാശത്തിൽ കുറേയൊക്കെ അബ്സോർബ് ചെയ്യും, ശരിയല്ലേ? കുറേയൊക്കെ ഇത് എന്ത് ചെയ്യുകയും ചെയ്യും? സ്കാറ്റർ ചെയ്യുകയും ചെയ്യും. സ്കാറ്റർ ചെയ്യാൻ മീൻസ് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് കളയുകയും ചെയ്യും, ശരിയല്ലേ? ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന റേഡിയേഷനാണ് നമ്മൾ ആക്ച്വലി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സാറ്റലൈറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാപ്ചർ ചെയ്യുന്നത്, ശരിയല്ലേ? ഇതിനെയാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. ഈ റിഫ്ലക്റ്റ് ചെയ്തതിനെയാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്, ആണല്ലോ മക്കളെ? ആണ്. പഠിച്ചു വെച്ചോ. ഇതാണ് പ്രോസസ്. അപ്പോൾ ഇങ്ങനെ ഇതിനൊരു റേഷ്യോ ഉണ്ട്. അതായത് ഈ ഒരു ഓബ്ജക്റ്റ് എത്രത്തോളം സിഗ്നലിനെ അബ്സോർബ് ചെയ്തു, എത്ര റിഫ്ലക്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു റേഷ്യോ ഉണ്ടല്ലോ. ആ റേഷ്യോ മീൻ ചെയ്യുന്നത് എത്രത്തോളം റിഫ്ലക്ഷൻ ഉണ്ട് വസ്തുവിന് എന്നാണ് ആ റേഷ്യോ സൂചിപ്പിക്കുക. ആ റേഷ്യോ നമ്മുടെ റിമോട്ട് സെൻസിങ് പ്രോസസ്സിൻ്റെ ഏത് ഭാഗത്താണ് ക്രിട്ടിക്കൽ ആവുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിപ്പോൾ ഈ ഡിറ്റർമിനിങ് ദ സ്പേഷ്യൽ റെസൊല്യൂഷൻ, ഈ സ്പേഷ്യൽ റെസൊല്യൂഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതിന് അതൊരു മാനദണ്ഡമാണോ? ഒരിക്കലുമല്ല. എത്ര വലുപ്പം ഉള്ളൊരു വസ്തുവാണ്, എത്ര സൂമിനാണ് എൻ്റെ പിക്ചർ എന്നുള്ളതിനാണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുക. സ്പേഷ്യൽ റെസൊല്യൂഷൻ ഇതിനകത്ത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിഗണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. 2, ഐഡൻറ്റിഫൈ ദ സ്പെക്ട്രൽ സിഗ്നേച്ചർ ഓഫ് ദി ടാർഗറ്റ്. ആബ്സല്യൂട്ട്ലി. നമ്മളെന്താ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി ട്രാൻസ്മിറ്റഡ് ബൈ ദി ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റ് റിഫ്ലക്ട് ചെയ്ത് തരുന്ന എനർജീനെയാണ് നമ്മൾ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ് പഠിച്ചത്. ഓർക്കുന്നുണ്ടോ? സെക്കൻഡ് ക്ലാസ്സിൽ പാർട്ട് 2 ഓഫ് റിമോട്ട് സെൻസിങ് നമ്മൾ പഠിച്ചതാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ. സ്പെക്ട്രൽ സിഗ്നേച്ചറിൽ ഈ എനർജി എത്രത്തോളം അത് റീ എമിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. ബി ആണ് ശരി ഉത്തരം. വേറെ ഒന്നും വായിക്കണ്ട, ബി ആണ് ശരി ഉത്തരം. സെൻസർ കാലിബ്രേറ്റ് ചെയ്യുന്നതുമായിട്ടൊരു ബന്ധവുമില്ല. ഓർബിറ്റൽ പീരീഡിന് യാതൊരു ബന്ധവുമില്ല. ക്ലിയർ ആകുന്നുണ്ടോ? കണ്ടോ? നല്ല ചോദ്യം, അടിപൊളി ചോദ്യം, നല്ല ചോദ്യമാണ്. പക്ഷേ ഈസി ചോദ്യമാണ് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം. സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്താണെന്ന് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്താണെന്ന് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള ചോദ്യം. അടുത്ത ചോദ്യം. ദ സ്റ്റെപ്പ് ട്രാൻസ്മിഷൻ, റിസപ്ഷൻ ആൻഡ് പ്രോസസ്സിംഗ് ഇൻവോൾവ്സ് ദ കൺവേർഷൻ ഓഫ് റോ ഡിജിറ്റൽ ഡേറ്റ ഇൻ ടു എ പിക്ചർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പ്രൈമറി ഗോൾ ഓഫ് ദിസ് പ്രോസസ്സിംഗ് ഫേസ്? ഈ പ്രോസസ്സിങ്ങിൻ്റെ, അതായത് ട്രാൻസ്മിഷനും റിസപ്ഷനും പ്രോസസ്സിങ്ങും, ആ ഒരു സ്റ്റേജിൻ്റെ ഗോൾ എന്താണ്? എൻഷുറിങ് ദാറ്റ് ദ ഡേറ്റ ഈസ് കറക്റ്റഡ് ഫോർ അറ്റ്മോസ്ഫിയറിക് ആൻഡ് ജിയോമെട്രിക് ഡിസ്റ്റോർഷൻസ്. യെസ്, പ്രോസസ്സ് ചെയ്യുമ്പോൾ അതായത് അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റോർഷൻസ് ഉണ്ടാവാമല്ലോ, അറ്റ്മോസ്ഫിയറിൽ ആവശ്യമില്ലാത്ത നോയ്സും മറ്റുമൊക്കെ ഈ ചിത്രത്തിനകത്തുണ്ടാവും. അതൊക്കെ മാറ്റി ഇതിനെ ക്ലിയർ ആക്കി മാറ്റണം. ഡിറ്റർമിൻ ദി ഇനീഷ്യൽ ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇമേജ്. എനർജി സോഴ്സ് ഒരിക്കലുമല്ല. എനർജി സോഴ്സ് കാലിബ്രേറ്റ് ചെയ്യാനുള്ള ഇൻറ്റൻസിറ്റി അതിനകത്ത് മാനദണ്ഡമല്ല. ആദ്യത്തെ ശരിയായിട്ട് എടുക്കാം. കാൽക്കുലേറ്റിംഗ് ദ ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് പൊസിഷൻ ഓഫ് ദി ടാർഗറ്റ് ഒബ്ജക്റ്റ് അല്ല. സെലക്ടിംഗ് ദ ഓപ്റ്റിമൽ അറ്റ്മോസ്ഫിയറിക് വിൻഡോ ഫോർ സബ്സീക്വന്റ് ഡേറ്റ കളക്ഷൻ. അടുത്ത ഡേറ്റ കളക്ഷനിൽ എത്ര ഒപ്റ്റിമൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് വിൻഡോ എത്രയാണ് എന്നുള്ളത് പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാളൊക്കെ ഇത് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ഉത്തരമാണേ. കാരണം അടുത്ത ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ ഈ ആദ്യം കിട്ടിയ ഡേറ്റ പ്രോസസ്സിംഗ് മനസ്സിലാവും നമുക്ക് യൂസ്ഫുൾ ആയ ഡേറ്റയാണോ അല്ലയോ എന്നുള്ളതൊക്കെ. അപ്പോൾ എനിക്ക് അതനുസരിച്ച് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത കളക്ട് ചെയ്യാൻ പോകുന്ന ഡേറ്റ എനിക്ക് വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അത് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ വേറെ ഉത്തരവൊന്നും ഇല്ലെങ്കിൽ തന്നിക്കുന്നത് ക്ലിയറാണ്. ഡേറ്റ കൃത്യമായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള, ഡേറ്റയെ കറക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് പ്രോസസ്സിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ ഇൻഫർമേഷൻ എന്തായാലും കറക്റ്റ്, ആ ഓപ്ഷൻ കറക്റ്റാണ്. അതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഓപ്ഷൻ ഡി കൊടുക്കാം. ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് ഇവിടെ ആൻസേഴ്സ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നൈസ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ആപ്ലിക്കേഷൻ സ്റ്റേജ് ഓഫ് റിമോട്ട് സെൻസിങ് പ്രോസസ്? റിമോട്ട് സെൻസിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റേജിൻ്റെ എക്സാമ്പിൾ ചെയ്ത് എ സയൻറ്റിസ്റ്റ് കറക്റ്റിംഗ് എൻ ഇമേജ് ഫോർ ഹേസ് ആൻഡ് ക്ലൗഡ് കവർ. അത് ആപ്ലിക്കേഷൻ അല്ല, അത് ഇമേജിനെ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. എ സെൻസർ കൺവേർട്ടിംഗ് റിഫ്ലക്ഷൻ എനർജി ടു ഇലക്ട്രിക് സിഗ്നൽ അല്ല, അതും സെൻസിങ്ങിൻ്റെ ഭാഗമാണ്. എ കാർട്ടോഗ്രാഫർ യൂസിങ് എ പ്രോസസ്ഡ് ഇമേജ് ടു അപ്ഡേറ്റ് എ ലാൻഡ് യൂസ് മാപ്പ്. അബ്സല്യൂട്ട്ലി. ഒരു കാർട്ടോഗ്രാഫർ മാപ്പ് മേക്ക് ചെയ്യുന്ന ഒരാൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ഈ ഇമേജിനെ, പ്രോസസ്സ് ചെയ്ത ഇമേജിനെ, കണ്ടോ, യൂസിങ് എ പ്രോസസ്ഡ് ഇമേജ്, പ്രോസസ്സ് ചെയ്ത ഇമേജിനെ എടുത്തു വെച്ച് ഒരു പുതിയ മാപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടിയ ആ ഒരു അപ്ഡേറ്റ് ചെയ്ത പുതിയ ഇമേജ് നോക്കി കണ്ട അയാൾ പുതിയ മാപ്പ് വരച്ചെടുക്കുക, അതിനെ യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി. ക്ലിയർലി ഓപ്ഷൻ സി. എന്നാലും വായിക്കണ്ട. ദ സൺ എമിറ്റിംഗ് ഷോർട്ട് വേവ് ഒന്നുമില്ല. അടുത്ത ചോദ്യം. Which of the following statements is correct regarding the classification of remote sensing based on the source of energy? ഇപ്പോൾ എനർജി സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് റിമോട്ട് സെൻസിങ്ങിനെ ക്ലാസിഫൈ ചെയ്യുന്നതിൽ കറക്റ്റ് ചെയ്ത്. ആക്റ്റീവ് റിമോട്ട് സെൻസിങ് സിസ്റ്റംസ് ആർ ജനറലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് സോളാർ റേഡിയേഷൻ, അലോവിങ് ഡേറ്റ കളക്ഷൻ അറ്റ് എനി ടൈം. ശരിയാണ്. പാസീവ് റിമോട്ട് സെൻസിങ് സെൻസേഴ്സ് റിലൈ ഓൺ സെൻസേഴ്സ് എമിറ്റിംഗ് എനർജി അല്ല, പാസീവ് സൂര്യനെയൊക്കെ ആശ്രയിക്കുന്നത്. ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി ബീയിങ് ഗ്രൗണ്ട് ബേസ്ഡ് ഈസ് ഇൻഹറൻ്റ്ലി ആൻ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ടെക്നിക്ക്. നിർബന്ധമില്ല, പാസീവും ആവാം.
The key distinction lies in whether the sensor operates within the visible or infrared spectrum. അല്ല, ഓപ്ഷൻ എ. വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല, ഓപ്ഷൻ എ ആണ് വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ അത് കിട്ടിയതാണ്, എന്നാലും അതിലും മെച്ചപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടി പരിശോധിക്കണം ഇത്തരം ചോദ്യങ്ങളിൽ. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് പാസീവ് റിമോട്ട് സെൻസിങ്. ഒന്ന്, ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദ റിഫ്ലക്ഷൻ ആൻഡ് ഓർ എമിഷൻ ഓഫ് സോളാർ എനർജി ഫ്രം ദ ടാർഗറ്റ് ഒബ്ജക്ട്സ്. ശരിയാണ്, സോളാർ എനർജിയുടെ റിഫ്ലക്ഷനോ എമിഷനോ ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആക്കേണ്ടി വരും പാസീവ് റിമോട്ട് സെൻസിങ്ങിൽ. രണ്ട്, ഡേറ്റ അക്വിസിഷൻ ഈസ് കൺസ്ട്രെയിൻഡ് ബൈ ദി ഡേ നൈറ്റ് സൈക്കിൾ. തീർച്ചയായിട്ടും ശരിയാണ്, രാത്രി പകൽ എന്ന ആ ഒരു സൈക്കിളിൽ നിജപ്പെടുത്തേണ്ടി വരും നമുക്ക് ഡേറ്റ അക്വിസിഷൻ. കാരണം രാത്രി പറ്റൂല, പകലേ പറ്റൂ. അപ്പോൾ അത് കൺസ്ട്രെയിൻഡ് ആണോ? കൺസ്ട്രെയിൻഡ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ടെക്നിക് ലൈക്ക് തെർമൽ ഇൻഫ്രാറെഡ് റിമോട്ട് സെൻസിങ്. ആണോ? തെർമൽ ഇൻഫ്രാറെഡ് റിമോട്ട് സെൻസിങ് പോലുള്ള ഏരിയാസ് ഇതിലുണ്ടെന്ന് പറയാൻ പറ്റുമോ? തെർമൽ ഇൻഫ്രാറെഡ് റിമോട്ട് സെൻസിങ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ടെക്നിക് ലൈക്സ് തെർമൽ ഇൻഫ്രാറെഡ് റിമോട്ട് സെൻസിങ് വിച്ച് ഡിറ്റക്ട് എമിറ്റഡ് ഹീറ്റ് എനർജി. അബ്സല്യൂട്ട്ലി യെസ്. കാരണം ഇതിനകത്ത് ആരുണ്ട്? നമ്മുടെ സൺലൈറ്റിനകത്ത് ഹീറ്റ് എനർജി ഇമിറ്റ് ചെയ്യപ്പെടുന്നതുണ്ട്. അപ്പം അത് നമുക്ക് പരിഗണിക്കാൻ സാധിക്കും. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, അസർഷൻ റീസൺ ആണ് ചോദ്യത്തിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. Assertion, active remote sensing systems are preferred for monitoring regions frequently covered by persistent cloud cover. Cloud cover ഒക്കെ ഉള്ള പ്രദേശങ്ങളിൽ നമ്മൾ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക എന്ന് പറയുന്നു. ശരിയാണ്, ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ആണ്. ക്ലൗഡ് കവർ ഉള്ള വലിയ ക്ലൗഡ് ഉള്ളിടത്ത് പ്രകാശം കുറവായിരിക്കും, അതുകൊണ്ട് ഡേറ്റ പാസീവിൽ നിന്ന് കളക്ട് ചെയ്യാൻ പാടായിരിക്കും, അതുകൊണ്ട് ആക്റ്റീവ് ആയിരിക്കും ഉപയോഗിക്കുന്നത് നല്ലത്. റീസൺ, ആക്റ്റീവ് റിമോട്ട് സെൻസിങ് യൂസസ് ആൻ ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി ആൻഡ് ഇറ്റ്സ് സെൻസേഴ്സ് ഡു നോട്ട് റിലൈ ഓൺ സോളാർ ഇലൂമിനേഷൻ. അതാണ് കാരണം. അല്ല, ഈ ക്ലൗഡ് കവറുള്ള ഏരിയകളിൽ യെസ്, ഇത് ഒരു പരിധി വരെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയാം. ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് ക്ലൗഡ് കവറുള്ള ഏരിയകളിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നു, അത് കറക്റ്റാണ്. അപ്പോൾ ആറും ശരി തന്നെയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇതിനെ കളയാം, ഇത് രണ്ടും കളയാം. പിന്നെ ഉള്ളത് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് യൂസസ് ആൻ ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി ആൻഡ് ഇറ്റ്, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ് സെൻസേഴ്സ് ഡു നോട്ട് റിലൈ ഓൺ സോളാർ ഇലൂമിനേഷൻ. അത് സോളാർ ഇലൂമിനേഷനെ ആശ്രയിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതും ശരിയാണ്, കറക്റ്റാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. റീസൺ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് ലൈറ്റ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയാം. യെസ്, കാരണം മറ്റേ ശരി സോറി, ഓക്കെ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ബി തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് കൃത്യമായിട്ട് അതിൻ്റെ റീസൺ ആണോ എന്ന് ചോദിച്ചാൽ, ഈ പിന്നെ ക്ലൗഡ് കവറുള്ള ഏരിയയിൽ പാസീവ് റേഡിയേഷൻസിൻ്റെ അവൈലബിലിറ്റി ചോദ്യചിഹ്നമാണ് എന്ന് കാണിക്കുന്നതായിരിക്കും കാരണം. അതുകൊണ്ടാണ് നമ്മൾ ആക്റ്റീവ് അവിടെ ഉപയോഗിക്കുന്നതെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓപ്ഷൻ ബി എ ഇവിടെ ശരി ഉത്തരമായിട്ട് എടുക്കാൻ ഏതാ തന്നിരിക്കുന്നത്? ഓപ്ഷൻ ബി. ഓക്കെ, റൈറ്റ്. എയും എടുക്കാം കേട്ടോ, എടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു നിയർ കൺഫ്യൂസിങ് ചോദ്യമാണത്. അതിന് കുറച്ചുകൂടി നല്ലത് ബി എടുക്കുന്നതാണ്. അടുത്ത ചോദ്യം, which of the following describes the chief limitation of passive remote sensing system? Passive remote sensing ന്റെ limitation എന്താണ്? They cannot measure energy that is emitted by the target itself, such as heat. ശരിയാണ് അല്ലേ? ടാർഗറ്റ് തന്നെ തരുന്ന അല്ല ഒരു കാര്യം കൂടിയുള്ളേ. ഈ പാസീവ് റിമോട്ട് സെൻസിങ്ങിൽ ഈ നമ്മളാണ് എനർജി ജനറേറ്റ് ചെയ്യുന്നതെങ്കിലും വേണമെങ്കിൽ ടാർഗറ്റ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെ സെൻസ് ചെയ്യാനുള്ള സെൻസർ നമുക്ക് വച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് എ നമുക്കിവിടെ ശരിയാക്കാൻ പറ്റില്ല, അതിന് വേണമെങ്കിൽ ഡിറ്റക്ട് ചെയ്യാം. ബി, ദേ ആർ അണേബിൾ ടു മെഷർ ദ പ്രിസൈസ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ദ എനർജി പ്ലസ്. അതൊന്നുമല്ല, എനർജി പൾസ് അല്ല, ടൈം ഓഫ് ഫ്ലൈറ്റ് മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊന്നുമല്ല. ദർ ഡേറ്റ ക്വാളിറ്റി ഈസ് ഹൈലി സസെപ്റ്റബിൾ ടു ദ പ്രസൻസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് കോമ്പോണൻറ്റ്സ് ലൈക്ക് ഹേസ് ആൻഡ് ക്ലൗഡ്സ്. അത് ശരിയാണ്. ആക്ച്വലി ഹേസും ക്ലൗഡ് കവറും ഒക്കെ ഉണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആയാലും ശരി പാസീവ് ആയാലും ശരി ഡേറ്റ കളക്ഷനെ ക്വാളിറ്റി അത് ബാധിക്കും. അത് ആക്റ്റീവിലും പാസീവിനും വരുന്ന കണ്ടീഷനാണ്, രണ്ടിലും ഇത് ബാധിക്കുന്ന സിറ്റുവേഷനാണ്. The complexity of carrying an energy generator makes the platform expensive to launch and maintain. അതിൽ വലിയ എക്സ്പെൻസിൻ്റെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ആ ഒരു സാറ്റലൈറ്റ് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെൻസ് വരുന്നത്. അല്ല അതിനകത്തൊരു ആക്റ്റീവ് സെൻസർ ഉപയോഗിക്കുക എന്ന് പറയുന്നതിൽ വലിയ കോസ്റ്റ് ഡിഫറൻസ് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഒരു വളരെ നിയർ ക്വസ്റ്റ്യൻ ആണ്. യെസ്, എനിഹൗ ഓപ്ഷൻ സി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളവിടെ പറഞ്ഞ സ്ഥിതിക്ക് വേറൊന്നും അത്ര കണ്ട് കറക്ഷനിലേക്ക് വരുന്നില്ല. സോ ഓപ്ഷൻ സി തന്നെ നമുക്കിവിടെ ഉത്തരമായിട്ട് കൊടുക്കാം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മോസ്റ്റ് accurate description of the relationship between a stereo pair and a stereoscopic vision in remote sensing? A stereoscope is the final output. അല്ല, സ്റ്റീരിയോസ്കോപ്പ് ഒരു ഉപകരണമാണല്ലോ. സ്കോപ്പ് എന്ന് കിടപ്പുണ്ട്. സ്കോപ്പ് എന്ന് കേട്ടാൽ മനസ്സിലാവാത്ത അതൊരു ഡിവൈസ് ആയിരിക്കണം.
2, എ സ്റ്റീരിയോ പെയർ ഈസ് ദി ഇൻസ്ട്രുമെന്റ്. തെറ്റ്. സ്റ്റീരിയോ പെയർ എന്ന് പറഞ്ഞാൽ എന്തായാലും ഇൻസ്ട്രുമെന്റ് ആവില്ലല്ലോ, അല്ലേ? എ സ്റ്റീരിയോ പെയർ ഇസ് നെസസറി ഇൻപുട്ട് ഓഫ് 2 overlapping photographs. Correct. While a stereoscope vision is the resulting 3D view obtained using a stereoscope. Very correct. Option C ആണ് ഏറ്റവും അനുയോജ്യമായിട്ട്. ഇതിൻ്റെ മറത്തൊരു ഉത്തരം ഇനി കാണൂല. ഉത്തരം ഓപ്ഷൻ സി ആണ്. Stereoscopic vision is the required amount of overlapping aerial photography, typically 60% from to form a stereo pair എന്ന് പറയുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറഞ്ഞാൽ ഓവർലാപ്പ് 60% ഓവർലാപ്പ് കിട്ടണമെന്ന് പറയുന്ന ഒരു എമൗണ്ടിനെയാണ് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറയുന്നത്. അല്ല, 60% ഓവർലാപ്പിംഗ് ഉണ്ട് എന്നുള്ള നേരാണ്. പക്ഷേ സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ഓവർലാപ്പിംഗ് ഉണ്ടാകണമെന്ന് പറയുന്ന കോൺസെപ്റ്റിനെ അല്ല, ആ എമൗണ്ടിനെ അല്ല നമ്മൾ സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറയുന്നത്. ഒന്ന് കിട്ടുന്ന ചിത്രത്തിനെയാണ് പറയുന്നത്. അടുത്ത ചോദ്യം. What is the primary purpose of ensuring that each aerial photograph covers approximately 60% of the adjacent photograph in a flight path? എന്തിനായിരിക്കും? To minimize the number of flight required to cover a given region, saving time and fuel? അല്ല. To facilitate the use of a stereoscope for obtaining a 3-dimensional view and ensuring continuity across the flight line? അത് ശരിയാണ്. To correct for atmospheric distortions and geometric errors during the processing stage? അതും കറക്റ്റ് ആണ്. To ensure that the entire area of interest is covered only once, avoiding redundant data collection? അല്ല. ഇതിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയും താരതമ്യേന കറക്റ്റ് ആൻസേഴ്സ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ കൃത്യതയോടുകൂടി പറയാൻ പറ്റുന്ന ഉത്തരം താരതമ്യേന ബെറ്റർ ഓപ്ഷൻ ബി ആണ്. ടു കറക്റ്റ് ഫോർ അറ്റ്മോസ്ഫിയർ ഡിസ്റ്റോർഷൻസ്. കാരണം ഈ രണ്ട് ഇമേജസ് നമ്മൾ ഓവർലാപ്പ് ചെയ്ത് എടുക്കുന്നതിടാ സ്വാഭാവികമായിട്ടും കൂടുതൽ ക്ലാരിറ്റി കിട്ടുക, കൂടുതൽ ഡേറ്റ എന്താ പറയുക റെലവൻ്റ് ആക്കുക, യൂസ്ഫുൾ ആക്കുക എന്നുള്ള ഒബ്ജക്റ്റീവോട് കൂടിയാണല്ലോ. സോ ദാറ്റ് ഒബ്ജക്റ്റീവ് ഇസ് എസെൻഷ്യലി എന്താ പറയുക, അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ഭാഗമായിട്ട് അറ്റ്മോസ്ഫിയർ ഡിസ്റ്റോർഷൻസ് ഒഴിവാക്കുക എന്നുള്ളതും പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ, ഇപ്പോൾ ബി ഇല്ലാത്ത പക്ഷം നമുക്ക് ഓപ്ഷൻ സി പറയാമായിരുന്നു. അപ്പോൾ ബി ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഓപ്ഷൻ സി പറയേണ്ട, ഓപ്ഷൻ ബി തന്നെയാണ്. ഇവിടെ പല ചോദ്യങ്ങളിലും നമ്മളിത് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസിനെ ശരിയാക്കാൻ സാധിക്കുന്ന പൊട്ടൻഷ്യൽ കണ്ടിട്ടുണ്ട് അല്ലേ? ഗുഡ് വൺ. അത് ആക്ച്വലി നല്ലതാണ്. നല്ല കൺഫ്യൂസിങ് ആകുന്ന ചോദ്യങ്ങൾ കാണുന്നതിൻ്റെ ഒരു പോസിബിലിറ്റി. Consider the following statements regarding aerial remote sensing. One, it is the method of obtaining photograph on Earth's surface continuously from sky using camera mounted on aircraft. ശരിയാണ്. A significant advantage is the ability to gather information in accordance with the specific user requirements. ശരിയാണ്. ഒരു സ്ഥലത്തെ അടിസ്ഥാനപ്പെടുത്തി എടുക്കാൻ പറ്റും. It inherently provides contiguous pictures of the areas along with the path of the aircraft. Yes, correct ആണ്. അതിനകത്ത് ഓപ്ഷൻ ഡി എല്ലാം ശരിയായി എഴുതിയിരിക്കുന്നത്. അടുത്ത ചോദ്യം. Which of the following instruments is essential for transforming a stereo pair into stereoscopic vision? എന്താ വേണ്ടത്? സ്റ്റീരിയോസ്കോപ്പ്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. In aerial remote sensing, contiguous pictures are made available along the aircraft path. ശരിയാണ്. Reason, this characteristic ensures that a stereo pair necessary for obtaining a 3-dimensional view is gathered. കറക്റ്റ് ആണ്. ഓപ്ഷൻ എ. റീസണും പിന്നെ ഇതും കറക്റ്റ് തന്നെയാണ്. എയും റീസണും അസേർഷനും രണ്ടും കറക്റ്റ് ആണ്. കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ് തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇൻസ്ട്രുമെന്റ്സ് ഓപ്പറേറ്റ് വിത്ത് ദ മോസ്റ്റ് ആക്യുറേറ്റ് ടൈപ്പ് ഓഫ് പാസീവ് സെൻസർ ബൈ ഡിഫറൻഷിയേറ്റിംഗ് ഹൺഡ്രഡ്സ് ഓഫ് ultimately narrow spectral bands within the visible, near infrared and mid infrared regions? അപ്പോൾ വിസിബിൾ, നിയർ ഇൻഫ്രാറെഡ്, മിഡ് ഇൻഫ്രാറെഡ് റീജിയനുകളിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്ന പാസീവ് സെൻസർ ഏതാണ്? സ്പെക്ട്രോമീറ്റർ ആണോ, സ്പെക്ട്രോ റേഡിയോമീറ്റർ ആണോ, ഹൈപ്പർ സ്പെക്ട്രൽ റേഡിയോമീറ്റർ ആണോ, ഇമേജിംഗ് റേഡിയോമീറ്റർ ആണോ? പേര് തന്നെ ഏകദേശം അതിൻ്റെ ഒരു സാധനം കിടപ്പുണ്ട്, ഹൈപ്പർ സ്പെക്ട്രൽ റേഡിയോമീറ്റർ. എന്തോ കൂടുതൽ മികവുണ്ട് എനിക്ക് തോന്നിക്കുന്ന പോലെ ഒരു പേര് തന്നെയല്ലേ ഹൈപ്പർ സ്പെക്ട്രൽ. സ്പെക്ട്രോ റേഡിയോ, ഹൈപ്പർ സ്പെക്ട്രൽ. ഇത് മൂന്നിൽ നിന്നും നമുക്ക് ഹൈപ്പർ സ്പെക്ട്രലിനെ മാറ്റി നിർത്താൻ പറ്റും. ഇമേജിംഗ് റേഡിയോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ബേസിക് പേരാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി സ്പെസിഫിക് ആണ് ഹൈപ്പർ സ്പെക്ട്രൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഏറ്റവും സ്പെസിഫിസിറ്റി ഉള്ളത്, ഏറ്റവും കൂടുതൽ ഗ്യാദർ ചെയ്യുന്ന ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. വിച്ച് പെയർ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ആർ പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ ഡിറ്റർമിനിങ് the power or intensity of radiation received from an object? ഒരു ഒബ്ജക്റ്റിൽ നിന്ന് റിസീവ് ചെയ്യുന്ന, അതായത് നമ്മുടെ സ്പെക്ട്രൽ സിഗ്നേച്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത് ഏത് പെയർ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ആണ്? സ്പെക്ട്രോമീറ്റർ ആൻഡ് സൗണ്ടർ, റേഡിയോമീറ്റർ ആൻഡ് സ്പെക്ട്രോ റേഡിയോമീറ്റർ, ആക്സലറോമീറ്റർ ആൻഡ് ഇമേജിംഗ് റേഡിയോമീറ്റർ, ഹൈപ്പർ സ്പെക്ട്രൽ റേഡിയോമീറ്റർ ആൻഡ് സ്പെക്ട്രോമീറ്റർ. ഏതാണ്? ഓപ്ഷൻ ബി, റേഡിയോമീറ്റർ ആൻഡ് സ്പെക്ട്രോ റേഡിയോമീറ്റർ ആണത് തീരുമാനിക്കുന്നത്. സ്പെക്ട്രൽ സിഗ്നേച്ചർ തീരുമാനിക്കുന്നത്, എത്രയുണ്ട് എന്ന് തീരുമാനിക്കുന്നത്. റൈറ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ റിമോട്ട് സെൻസിങ് പാർട്ട് 2 ആൻഡ്
അതുമായിട്ട് ബന്ധപ്പെട്ട MCQs മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളും അതുപോലെ ഈ റിമോട്ട് സെൻസിങ് പാർട്ട് 2 ആൻഡ് റിമോട്ട് സെൻസിങ് പാർട്ട് 1 രണ്ടുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന PYQs. അപ്പോൾ നമ്മൾ ഇന്ന് വരെ കണ്ട റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ഒരു വലിയ ഏരിയയുമായി ബന്ധപ്പെട്ട് പഠിച്ച വസ്തുത ഇതുവരെ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് റിമോട്ട് സെൻസിങ് 1ഉം 2ഉം നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ മനസ്സിലായെന്ന പ്രതീക്ഷയിൽ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലായി. ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് റിമോട്ട് സെൻസിങ്ങുമായി ബന്ധപ്പെട്ട ക്ലാസ് പരമാവധി നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇത്രയും ഡീറ്റെയിലിംഗ് പൊതുവേ ഉണ്ടാവാറില്ല. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെയുള്ള റിസർച്ച് ടീമും മറ്റും കൊടുത്തതിനെ നമ്മൾ വാല്യൂ ചെയ്യുക. പറഞ്ഞ കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കുന്നു എന്ന് ഉറപ്പാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്